ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധിക്ക് വീണ്ടും ഒരു കത്ത് വരുന്നുണ്ട്. ഇപ്രാവശ്യം പക്ഷേ ആ ഒരു കത്ത് വരുന്ന ആളെ സുധി കയ്യോടെ കൂടെ തന്നെ പിടികൂടും. താൻ ആരാടാ എന്താടാ എന്നൊക്കെ സുധി ചോദിക്കുന്നുണ്ടെങ്കിലും അയാളൊന്നും തന്നെ മിണ്ടുന്നില്ല. ഒരുമാതിരി ഒരു ഗുണ്ടെ പോലെയാണ് സുധിയോട് സംസാരിക്കുന്നത്. ഇവർ തമ്മിൽ ഇങ്ങനെ വാക്ക് തർക്കമുണ്ടാകുമ്പോഴാണ് സ്റ്റാഫ് ഇടപെടുന്നത്. സുധി അവരോട് നല്ലോണം അങ്ങ് തട്ടിക്കയറും. താൻ ഇവിടുത്തെ കാര്യം നോക്കടാ, കസ്റ്റമർ വരുമ്പോൾ അവരെ ശ്രദ്ധിക്കാൻ നോക്ക്, എൻ്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സുധി ചൂടാവുന്ന ഗ്യാപ്പിൽ ആ ലെറ്റർ കൊണ്ടുവന്ന ആള് അവിടെ നിന്നും പോവാണ്. സുധി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അയാളെ അവിടെ കാണാനില്ല. കട ഫുള്ള് നോക്കിയിട്ടും അയാൾ എവിടെ പോയി എന്ന് പോലും സുധിക്ക് മനസ്സിലാവുന്നില്ല. ഹോ, പണ്ടൊരു കത്ത് വന്നതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഇനി ഇതിലെന്താണാവോ എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ സുധി ആ ഒരു കത്ത് തുറന്ന് വായിക്കാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അതിൽ 3 പോയിന്റുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നാമത്തേത്, നിങ്ങളുടെ അമ്മക്ക് ഹാർട്ട് അറ്റാക്ക് വരും. രണ്ടാമത്തേത്, നിങ്ങളുടെ അനിയൻ ഒരു കൊലപാതകയാവും. മൂന്നാമത്തേത്, നിങ്ങൾ ആത്മഹത്യ ചെയ്യും. ഇത് വായിച്ചതും സുധിക്ക് ആകെപ്പാടെ ടെൻഷനായി. അമ്മക്ക് ഹാർട്ട് അറ്റാക്കോ, അനിയൻ കൊലപാതകയാകുമെന്നോ? അനിയൻ എന്ന് പറയുമ്പോൾ സച്ചി ആവാനേ വഴിയുള്ളൂ. പിന്നെ ഞാൻ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ അവൻ അവിടെ വല്ലാതെ വിഷമത്തോടെ ഇരിക്കുകയാണ്. ഇതൊക്കെ ശരിക്കും നടക്കുമോ എന്നൊക്കെ പേടിച്ചുകൊണ്ട് തന്നെ സുധി വേഗം തന്നെ കടയിൽ നിന്നും ഇറങ്ങി സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട്, വന്ന ആൾ ഏത് സൈഡിലൂടെയാണ് പോയത് എന്ന്. അയാൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോയത് എന്ന് പറഞ്ഞതും സുധി അങ്ങോട്ടേക്ക് ഓടുകയാണ്. വല്ലാത്ത വെപ്രാളത്തിൽ ഒരു ഭ്രാന്തനെ പോലെ തന്നെ അവൻ അങ്ങോട്ടേക്ക് ഓടുന്നത് കണ്ട് ആൾക്കാരെല്ലാം തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവസാനം ഒരു ചായക്കടയുടെ മുന്നിൽ വെച്ച് സുധി അയാളെ അങ്ങ് പിടിച്ചു. എടാ, നിന്നെയാണല്ലോടാ ഞാൻ നോക്കി നടന്നത്. ആരാടാ നീ? നിനക്കാരാടാ ഈ ലെറ്റർ തന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വിട് സാറേ എന്ന് പറഞ്ഞ് അയാൾ പറയുന്നുണ്ട്. പക്ഷേ സുധി വിട്ടുകൊടുക്കുന്നില്ല. ഇതാരാടാ നിന്നെ ഏൽപ്പിച്ചതെന്ന് പറയാതെ നിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞപ്പോൾ, സാർ ആദ്യം എൻ്റെ ദേഹത്ത് നിന്ന് കൈയെടുക്ക്, ഞാൻ കുടിച്ച ചായയുടെ കാശ് അങ്ങ് കൊടുത്തിട്ട് വാ എന്നിട്ട് പറയാമെന്ന് പറയും. അയാൾ ഒരു ഉഡായിപ്പ് മറുപടി നൽകി. സുധി സത്യങ്ങളൊക്കെ അറിയണമല്ലോ, അതുകൊണ്ട് തന്നെ അവൻ വേഗം തന്നെ ചായക്കടയിൽ കയറിയിട്ട് ആ ചായ കുടിച്ചതിൻ്റെ കാശ് കൊടുത്തു. അങ്ങനെ കൊടുത്ത് തിരിയുമ്പോഴേക്കും വീണ്ടും അയാളെ കാണാനില്ല. സുധി വല്ലാതെ ടെൻഷനായി. അവിടെ ചായ കുടിക്കുന്നവരോടൊക്കെ ചോദിച്ചു, ഇവിടെ ഇപ്പോൾ ഒരാൾ നിന്നില്ലേ, അയാൾ എങ്ങോട്ടേക്ക് പോയി എന്ന് ചോദിച്ചപ്പോൾ അപ്പം തന്നെ ഇവിടെ നിന്നും പോയല്ലോ എന്ന് അവർ പറഞ്ഞു. സുധി എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചു. പക്ഷേ അതൊന്നും തന്നെ അവർക്കാർക്കും അറിയില്ലായിരുന്നു. പോക്കറ്റടിക്കാരനായ ആ ഗുണ്ടയോട് ഇത്ര മര്യാദക്ക് സംസാരിക്കുന്ന ഒരാളെ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് അവർ പറഞ്ഞപ്പോൾ സുധിക്ക് കാര്യം പിടികിട്ടി. അവൻ ഈ നാട്ടിലെ പേരെടുത്ത ഗുണ്ടയും പോക്കറ്റടിക്കാരനുമാണെന്ന്. 2 ദിവസം മുമ്പാണ് ജയിലിൽ നിന്നും ഇറങ്ങിയത് എന്ന്. സാറിൻ്റെ ഷോറൂമിൽ അവൻ വന്നുവെങ്കിൽ ഇനി സാറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് അവൻ പറഞ്ഞു ചിരിക്കുമ്പോൾ സുധി ശരിക്കും അങ്ങ് പേടിച്ചു പോവാണ്. പിന്നീട് കാണിക്കുന്നത് രേവതിയും വർഷയും രവീന്ദ്രനും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. വർഷയ്ക്ക് രേവതി ഉണ്ടാക്കുന്ന ഫുഡ് ഭയങ്കര ഇഷ്ടമായിരിക്കും. 3 പേരും നല്ല സ്നേഹത്തിലാണ്. രേവതി ഒരു വലിയ ടിഫിൻ ബോക്സിൽ ചോറൊക്കെ ആക്കി ചന്ദ്രമതിക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. ചന്ദ്രമതി ഇപ്പോൾ ബാമയുടെ വീട്ടിലാണല്ലോ. ഈ ആൻറ്റിക്ക് ഇവിടെ വന്ന് കഴിച്ചാൽ എന്താ എന്ന് വർഷ ചോദിക്കുമ്പോൾ, അവളെ മനസ്സിലാക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് രവീന്ദ്രൻ പറഞ്ഞു. അവളുടെ ഓരോ ദിവസവും ഓരോ സ്വഭാവമാണ്. പക്ഷേ ചന്ദ്രയുടെ മുന്നിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന് വർഷ പറയുമ്പോൾ അതൊക്കെ കേൾക്കാൻ തന്നെ നല്ല രസമുണ്ട്. രേവതിക്കും പേടിയാണ്. അമ്മ എപ്പോഴെങ്കിലും ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ പൊട്ടിത്തെറി ഉണ്ടാവുമെന്ന്. പക്ഷേ രവീന്ദ്രൻ അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, എടി ചന്ദ്രയെ ഒന്ന് വന്ന് കഴിക്കുക എന്ന് വിളിച്ചപ്പോൾ രേവതിയും വർഷയും പേടിച്ച് പഴയതുപോലെ അങ്ങ് വഴക്ക് കൂടാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് രവീന്ദ്രൻ ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് തങ്ങളെ പറ്റിച്ചതാണ് എന്ന് അവർക്ക് മനസ്സിലായത്. അതൊരു നല്ല ഫണ്ണി മൊമെൻ്റ് ആയിരുന്നു. രേവതി ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ ഇറങ്ങിയപ്പോൾ അമ്മയ്ക്ക് എന്താ രേവതി ചേച്ചിയോട് ഇത്രമാത്രം ദേഷ്യമെന്ന് വർഷ ചോദിച്ചു. രേവതിയെ താൻ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ദേഷ്യമാണെന്നും അവൾക്കെന്നും പാവം അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നും രവീന്ദ്രൻ സങ്കടത്തോടെ പറഞ്ഞു. വർഷക്കാണെങ്കിൽ അത് സഹിക്കാൻ പറ്റുന്നില്ല. തൻ്റെ സ്ഥാനത്താണെങ്കിൽ ആൻറ്റിക്ക് ഒരു അടിയെങ്കിലും കൊടുക്കണമെന്ന് അവൾ പറഞ്ഞു. എല്ലാം ഒരു നാൾ ശരിയാവുമെന്ന് രവീന്ദ്രൻ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. വഴിയിൽ ചെരുപ്പ് തിന്നുന്ന ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഇരിക്കുന്നുണ്ട്. അമ്മൂമ്മ തളർന്നു കിടക്കുകയായിരുന്നു. അപ്പൂപ്പൻ പേടിച്ച് സരോജയെ എഴുന്നേൽക്കുകയെന്നൊക്കെ ഇങ്ങനെ വിളിച്ച് കരയുന്നുണ്ടെങ്കിലും അത് കണ്ടു രേവതി അങ്ങോട്ടേക്ക് വണ്ടി നിർത്തുന്നത്. 2 ദിവസമായി വരുമാനമൊന്നുമില്ല എന്നും ഒരു ചായ പോലും കുടിച്ചില്ല എന്നും അപ്പൂപ്പൻ പറഞ്ഞപ്പോൾ രേവതിക്ക് ചങ്ക് തകർന്നു പോയി. അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവൾ വേഗം തന്നെ ചന്ദ്രമതിക്ക് കൊണ്ടുപോകാൻ വെച്ചിരുന്ന ആ ഒരു ഭക്ഷണം എടുത്ത് അപ്പൂപ്പന് കൊടുത്തു. ഇത് മറ്റൊരാൾക്ക് വേണ്ടിയുള്ളതല്ലേ മോളെ എന്ന് പറഞ്ഞ് അപ്പൂപ്പൻ ചോദിച്ചുവെങ്കിലും കഷ്ടപ്പെടുന്നവർക്കാണ് ഇതിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞ് രേവതി അവരെ കൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് തന്നെ ആ ഒരു ഭക്ഷണം മുഴുവൻ കഴിപ്പിച്ചു. അവരുടെ വയറ് നിറയുന്നത് കണ്ടപ്പോൾ രേവതിക്ക് വലിയ സന്തോഷമായി.
അവർ മോളെ ദൈവം പോലെ കണ്ട് അനുഗ്രഹിച്ചു. എന്നും പോകുമ്പോൾ അവർക്ക് ഉച്ചക്കുള്ള ഫുഡ് നൽകാമെന്നും രേവതി ഉറപ്പു നൽകി. പേഴ്സിലിരുന്ന കാശും കൂടി അവർക്ക് കൊടുത്തിട്ട് രേവതി പോവാൻ തുടങ്ങുമ്പോഴാണ് ചന്ദ്രമതിയുടെ ഫോൺ കോൾ വരുന്നത്. 1 മണിയായിട്ടും ഭക്ഷണം എത്തിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യപ്പെടാണ്. രേവതി വേഗം തന്നെ കടയിൽ പോയിട്ട് 2 ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് ചന്ദ്രമതിയുടെ അടുത്തേക്ക് ഓടി. ബിരിയാണി കണ്ടപ്പോൾ ചന്ദ്രമതിക്ക് സംശയമായി, ഇത് വീട്ടിൽ ഉണ്ടാക്കിയതല്ലേ എന്ന്. താൻ ലേറ്റായത് കൊണ്ട് തന്നെ പുറത്തു നിന്ന് വാങ്ങിച്ചതാണെന്ന് രേവതി പറഞ്ഞപ്പോൾ ഭാമ ഇടപെട്ടു. തനിക്കും ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് അവർ അത് കഴിക്കാൻ തീരുമാനിച്ചു. പിന്നീട് ചന്ദ്രോദയത്തിലെത്തിയപ്പോൾ ചന്ദ്രമതിക്ക് ആ ഒരു ബിരിയാണി കഴിച്ചിട്ട് വയറിനൊരു പിടുത്തം, നല്ല അസിഡിറ്റി പ്രശ്നം. രേവതി അവരെ ജീരകവെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. സച്ചി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ അമ്മ ബിരിയാണി കഴിച്ചത് എന്ന്. ഉച്ചയ്ക്ക് രേവതി ഇവിടെ നിന്ന് ചോറും കറിയും കൊണ്ടുപോയതാണല്ലോ എന്ന് രവീന്ദ്രൻ പറഞ്ഞപ്പോൾ തനിക്ക് ആരും ചോറ് തന്നില്ല എന്നും ചന്ദ്രമതി പരാതിപ്പെട്ടു. രേവതി എന്തിനാണ് ബിരിയാണി വാങ്ങിച്ചത് എന്നും ആ ഭക്ഷണം എവിടെ പോയി എന്നും സച്ചി ചോദിച്ചപ്പോൾ അവളുടെ അമ്മയുടെ വീട്ടുകാർക്ക് കൊടുത്തതായിരിക്കുമെന്ന് ചന്ദ്രമതി പരിഹാസത്തോടെ പറഞ്ഞു. പക്ഷേ രേവതി സത്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. വഴിയിൽ വിശന്നിരുന്ന ഒരു അപ്പൂപ്പനും അമ്മൂമ്മക്കും കൊടുത്ത കാര്യം സച്ചിക്കത് കേട്ടപ്പോൾ വലിയ അഭിമാനമായി തോന്നി. അവൾ ചെയ്തതൊരു പുണ്യപ്രവൃത്തിയാണെന്ന് അവൻ പറഞ്ഞു. വിശക്കുന്ന വയറിന് ആഹാരം നൽകുന്നത് ഏറ്റവും വലിയ ദാനമാണെന്ന് രവീന്ദ്രനും സച്ചിയും ചേർന്ന് ചന്ദ്രമതിയെ തിരുത്താൻ നോക്കിയെങ്കിലും പിച്ചക്കാർക്ക് തൻ്റെ ചോറാണോ കൊടുത്തതെന്ന് ചോദിച്ച് ചന്ദ്രമതി വീണ്ടും ദേഷ്യപ്പെടാണ്. സച്ചി വിടാതെ തന്നെ രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. എന്നെങ്കിലും എല്ലാവരും കൂടി തൻ്റെ മുഖത്തേക്ക് തുപ്പുന്ന ഒരു കാലം വരുമെന്ന് ചന്ദ്രമതി ശാപവാക്കുകൾ പറഞ്ഞു. രാത്രിയിൽ സുധിക്ക് ആ ഒരു കത്തിൻ്റെ കാര്യം ഓർത്തെടുത്തുകൊണ്ട് തന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. ടെറസിൽ പോയി ചന്ദ്രമതിയെ വിളിച്ച് ആ ഒരു കത്ത് കാണിച്ചു. അമ്മേ, അമ്മക്ക് ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് ആദ്യത്തെ പോയിന്റ്. അത് വായിച്ചപ്പോഴേ ചന്ദ്രമതി ഒന്ന് ഞെട്ടി. ബാക്കി കാര്യങ്ങളെല്ലാം കൂടി വായിച്ചപ്പോൾ അവർക്ക് ടെൻഷനായിരുന്നു. ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ എന്ന് സുധി ചോദിച്ചപ്പോൾ അവൻ ഓരോ ഭീകരമായ ഭാവനകൾ പറഞ്ഞു കൊടുത്തിട്ട് ചന്ദ്രമതിയെ കൂടുതൽ പേടിപ്പിച്ചു. അച്ഛൻ കള്ളനെ കൊല്ലുമെന്നും അമ്മക്ക് അറ്റാക്ക് വരുമെന്നും സച്ചി കൊല്ലാൻ പോകുന്നതുമൊക്കെ അവൻ വിവരിച്ചു കൊടുത്തു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി അവനെ മണ്ടത്തരം പറയരുത് എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞു. ആ കത്ത് തന്നവൻ കള്ളനാണെന്ന് സുധി പറഞ്ഞുവെങ്കിലും അവിടെ ഒരു ശബ്ദം കേട്ടു. ഇരുവരും ആകെ ഇങ്ങനെ പേടിച്ച് നിൽക്കുമായിരിക്കും. ആ കത്ത് തന്ന ഗുണ്ടാ പയ്യൻ ഒരു കള്ളനാണ് എന്ന് സുധി പറഞ്ഞുവെങ്കിലും തൊട്ടു പിന്നിൽ തന്നെ ഒരു നിഴൽ കണ്ടതും ചന്ദ്രമതിയുടെയും സുധിയുടെയും ഉള്ളൊന്ന് കാളി. പാതിരാത്രിയുടെ ആ നിശബ്ദത ടെറസിൽ ഒരു കോണിൽ നിന്നും കേട്ട ആ ഒരു കിരുകിരാ ശബ്ദം കേട്ട് സുധി അമ്മയുടെ പിന്നിൽ പോയി ഒളിച്ചു. അമ്മേ, ദാ വരുന്നു. കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായി തുടങ്ങുകയാണല്ലോ എന്ന് അവൻ കിതപ്പോടുകൂടെ ചോദിച്ചു. സത്യത്തിൽ അവർ നോക്കുമ്പോൾ അതൊരു പൂച്ചയായിരുന്നു. എങ്കിലും ആ കത്തിൻ്റെ വിരലുകൾ സുധിയുടെ തലയ്ക്ക് പിടിച്ചതുകൊണ്ട് തന്നെ അവൻ്റെ സങ്കല്പങ്ങൾ ഒരു സിനിമ പോലെ തന്നെ നീങ്ങാൻ തുടങ്ങി. അവൻ ആ ഇരുട്ടിലേക്ക് നോക്കി ആലോചിച്ചു. ഒരു പക്ഷേ ആ ഗുണ്ട രാത്രിയിൽ മതിൽ ചാടി അകത്തേക്ക് കടക്കും. അവൻ നേരെ അച്ഛൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ അച്ഛൻ പേടിച്ച് കയ്യിൽ കിട്ടിയ വിളക്കെടുത്തുകൊണ്ട് തന്നെ അവൻ്റെ തലക്കടിക്കും. ചോരയൊലിപ്പിച്ച് വീഴുന്ന ഗുണ്ടയെ കണ്ട് അച്ഛൻ പരിഭ്രമിക്കുമ്പോഴേക്കും അമ്മ അങ്ങോട്ടേക്ക് വരും. ആ കാഴ്ച കണ്ട് അമ്മ നെഞ്ചു പൊട്ടി അവിടെ തന്നെ വീഴും. അങ്ങനെ അമ്മക്ക് ഹാർട്ട് അറ്റാക്ക് വരും. സുധിയുടെ വിരയിൽ കണ്ട് ചന്ദ്രമതിയെ ശരിക്കും അസ്വസ്ഥനായി. എടാ സുധി, ഇങ്ങനെ നെഗറ്റീവ് അടിച്ചാ കയറ്റാതെ. ഇതാരെങ്കിലും നമ്മളെ വട്ടുപിടിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കുമെന്ന് പറയുമ്പോഴും അവരുടെ ഉള്ളിലും ഒരു തീപ്പുകയുണ്ടായിരുന്നു. അതേസമയം താഴെ മുറിയിൽ സച്ചിയും രേവതിയും സംസാരിക്കുകയാണ്. രേവതി, നീ ഇന്ന് ചെയ്തത് വലിയൊരു കാര്യമാണ്. പക്ഷേ ഈ കത്തിൻ്റെ കാര്യം സുധിയെ ആകെ തളർത്തിയിട്ടുണ്ട്. അവൻ ഇത്രയും പേടിക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. സച്ചിക്ക് കാര്യങ്ങളെല്ലാം പക്വതയോടെ കൂടെ തന്നെ കാണാൻ അറിയാമായിരുന്നു. പക്ഷേ സുധിയുടെ ചിന്തകൾ അവിടെയൊന്നും നിന്നില്ല. അനിയൻ കൊലപാതകിയാവുമെന്ന ആ ഒരു വരി സച്ചിയുമായി കൂട്ടിയിണക്കി സച്ചി ഒരു ഗുണ്ടയെ വകയിരുത്താൻ പോവുകയാണോ എന്ന് ആ ഒരു കത്തിൽ ഉദ്ദേശിച്ചത്. അവൻ ടെറസിൽ നിന്നും താഴേക്ക് നോക്കി അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അടുത്ത ദിവസം പുലർച്ചെ മുതൽ വീട്ടിൽ ഒരു ശ്മശാന മൂകതയായിരുന്നു. സുധിക്ക് ഓഫീസിൽ പോകാൻ പോലും പേടിയായി. അവൻ ഓരോ തവണ വണ്ടിയെടുക്കുമ്പോഴും ആത്മഹത്യ എന്ന ആ ഒരു പോയിന്റ് ഓർത്തുവെച്ചു. ചന്ദ്രമതിയാണെങ്കിൽ ഇടയ്ക്കിടെയൊക്കെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് തന്നെ നോക്കുന്നുണ്ട്. ശരിക്കും തനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുമോ എന്ന പേടിയിലായിരിക്കും ചന്ദ്ര. ഈ കളി ഇത്രയും വഷളാക്കുന്നത് കണ്ടപ്പോൾ രേവതി തീരുമാനിച്ചു, ഈ കത്തിന് പിന്നിലെ സത്യാവസ്ഥ കണ്ടുപിടിക്കണമെന്ന്. അങ്ങനെ ആ ഗുണ്ടയെ എവിടെ കാണുമെന്ന് അവൾക്ക് ഒരു സൂചന കിട്ടിയിരുന്നു. രേവതി തൻ്റെ സ്കൂട്ടർ എടുത്തുകൊണ്ട് തന്നെ ആ ഒരു ചായക്കട ലക്ഷ്യമാക്കി അങ്ങോട്ടേക്ക് പാഞ്ഞു. സത്യങ്ങളെല്ലാം പുറത്തു വരുന്നതോടുകൂടി തന്നെ പിന്നീട് അങ്ങോട്ടേക്ക് വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ രംഗങ്ങളാട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.